എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഓട്സിൻ്റെ പുട്ടും ഗ്രീൻ പീസ് തേങ്ങ അരച്ച കറിയാണ്, അങ്ങനെയാണ്. അപ്പോൾ ആ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും പശുപതീസാണം നീലകണ്ഠമുപാധി നമാമി ചരസാ ദേവം മൃത്യുകരിഷ്യതി നീലകണ്ഠം കാലമുക്തികാലാഗ്നികാലനാശനം നമാമി ചരസാ ദേവം മൃത്യുകരിഷ്യതി നീലകണ്ഠം വിരൂപാക്ഷം നിർമ്മലം നിലയാപദം നമാമി ചരസാ ദേവം മൃത്യുകരിഷ്യതി വാമദേവം മഹാദേവം ലോകനാഥം ജഗദ്ഗുരു നമാമി ചരസാ ദേവം മൃത്യുകരിഷ്യതി ദേവദേവം ജഗന്നാഥം ദേവേശം മൃതധ്വജം നമാമി ചരസാ ദേവം മൃത്യുകരിഷ്യതി. അപ്പോൾ നമ്മളേതായാലും ഇന്നത്തേതാ കറി. ആദ്യം കറി ഉണ്ടാക്കുന്നതിലേക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ്, അത് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. പിന്നെ പഞ്ഞി അതിലേക്ക് നമുക്ക് വേണ്ടത് വലിയ ഉള്ളി അതെടുക്കുന്നുണ്ട്, ഒന്ന്, പിന്നെ പച്ചമുളകും. അമ്മ ഏതായാലും വായന കഴിഞ്ഞ് അങ്ങനെ വരട്ടെ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സാധാരണ പോലെ ക്യാരറ്റ്, കിഴങ്ങ് ഒക്കെ ചേർക്കാം, ബീൻസ്. പിന്നെ ഇത് മാത്രമായിട്ട് അങ്ങനെയാണ് ഈ ഒരു 2-3 ചേരുവകൾ. പിന്നെ എനിക്ക് നമ്മൾ മഞ്ഞപ്പൊടി ലേശം ചേർക്കുന്നുണ്ട്, ഉപ്പ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് തേങ്ങ അതിവിടെ ചിരകി വെച്ചു. ഇനി അതൊന്ന് അരച്ചെടുക്കാം. അറിയില്ല, അതിപ്പോൾ നമ്മളൊരു 10 വിസിൽ, കുറച്ചല്ലേ ഉള്ളൂ, രാവിലേക്ക് മാത്രം ഞങ്ങൾക്ക് രണ്ടാൾക്ക് 10 വിസിലാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അരച്ചവും ചേർക്കാം. ചെറിയൊരു തീയിൽ കത്തിച്ചിട്ടുണ്ട് അടുപ്പ്. പിന്നെ എളുപ്പമുണ്ട്, നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പച്ച വെളിച്ചെണ്ണ തുളിക്കുക, അത്രേ ഉള്ളൂ പണി. അത് അവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് ആ കറി. പിന്നെ ഇപ്പോൾ നമുക്കിന്ന് ഓട്സ്, അതാണ് ഇപ്പം നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഓട്സിൻ്റെ പുട്ടാണ്. അതൊന്ന് വറുത്ത ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഞങ്ങൾ ഒന്ന് പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുവെള്ളത്തിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നനച്ചെടുക്കാം. അത് അത്യാവശ്യം ഇങ്ങനെ ഒരു കട്ട ഉണ്ടാവും. അത് ഇനിയിപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഇനി ഒന്നുകൂടി മിക്സീൻ്റെ ജാറിലിട്ട് ഒന്നിട്ട് കറക്കിയെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ ആ കട്ടയെ കണ്ട് ഉടയും. ഇതാ അത് കഴിഞ്ഞ് ഇതാ കണ്ടോ, ഇപ്പോൾ സാധാരണ പോലെ തന്നെ ഉണ്ട്, നമുക്ക് പൊടിയായിട്ട് തന്നെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന തന്നെ ആ പണി തന്നെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാം.
ഇതിപ്പോൾ ഒരു കുറ്റി അങ്ങോട്ട് നിറച്ചിട്ടില്ല, ഇത്ര വേണ്ടു. അപ്പം ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. പുട്ട് ഒക്കെ വെന്തിട്ടുണ്ട്, ആവി വന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചായ പലഹാരം ഓട്സിൻ്റെ പുട്ടും ഗ്രീൻ പീസ് തേങ്ങ അരച്ച കറി ഒക്കെ റെഡിയായി കഴിക്കായി. ഇനി അമ്മയ്ക്കൊരു ഒരു പാകത്തിനുള്ള ഒരു കഷ്ണം, ഇനി എനിക്കും അതുപോലെ തന്നെ ഒരു കഷ്ണം, അതാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. കറിയൊക്കെ അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഓട്സിൻ്റെ പുട്ട് അരി കൊണ്ടുള്ള പുട്ട്, ഓട്സ്, റാഗി, ഗോതമ്പ് ഇതൊക്കെ ഉണ്ടാക്കല്ലേ ഞങ്ങൾ പുട്ട്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.